സെന്റ് ജോസഫ്സ് കോളേജിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കിയാലോ? അതാ വരുന്നു നമ്മുടെ കഥാനായിക. നിങ്ങൾ എന്താ ഇവിടെ ക്ലാസ് കട്ട് ചെയ്ത് ഇവിടെ നടക്കാണോ? ഗോ ടു യുവർ ക്ലാസ്സസ്. എന്താ ഒരു സ്വരം കേൾക്കുന്നേ? അപ്പുറത്തെ ക്രൈസ്റ്റ് കോളേജിൽ നിന്നാണല്ലോ. ആ, അറിഞ്ഞില്ലേ? ചെയർമാൻ സ്ഥാനത്തേക്ക് ജോബി ജോർജ് വിജയിച്ചു. ജോബി ജോർജ് നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ. Come on. என்னடி மீனாட்சி சொன்னது என்னாச்சு? என்னடி மீனாட்சி சொன்னது என்னாச்சு? நேற்றோடு நீ சொன்ன வார்த்தை காற்றோடு போயாச்சு. என்னடி மீனாட்சி சொன்னது என்னாச்சு? நேற்றோடு நீ சொன்ன வார்த்தை காற்றோடு போயாச்சு. കഥകൾ കൈമാറും അനുരാഗമേ. ഞാൻ കൊച്ചമത്തെ ഔസഫിന്റെ മകൾ ഷീല. അവരുടെ ഈ പരിചയപ്പെടൽ മരം ചുറ്റി പ്രേമത്തിലേക്ക് നീങ്ങി. ഇതൊന്നും ശരിയാവില്ല. കാണാൻ ഒരു ചന്തൊക്കെ ഉണ്ട്, പക്ഷെ ആ മൂക്കുത്തി. അതാണോ നിന്റെ പ്രശ്നം? അതല്ല അപ്പച്ച, നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും പെൺമക്കൾക്ക് മൂക്കുത്തി ഉണ്ടോ? ഇത്ര നല്ല മൂക്കുള്ള ഉഷ് ചേച്ചിക്കുണ്ടോ? ബീന ചേച്ചിക്കുണ്ടോ? പിന്നെ ആ ചിരി, മേഴ്സി ചേച്ചി സെലി ചേച്ചി മാറി മാറി ചിരിച്ചാലും അവിടെ ചെയ്ത് തീരൂല. എന്തൊരു ചിരി! ചിരിക്കൊക്കെ ഒരു പരിധിയില്ലേ? ജോബിയുടെ ഷീലയുടെ മനസ്സിൽ നിരാശയുടെ തിരമാലകൾ അടിച്ചു.
ദുഃഖത്തിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടത് സാക്ഷാൽ സലീൽ ചൗധരി ആയിരുന്നു. മാനസമൈനി വരൂ മധുരം തരൂ. ഇത് എന്റെ പാട്ടല്ല. പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. ഇതെന്റെ കൂട്ടുകാരിയാണ് വത്സ. ശീലേ, നിന്നെ കെട്ടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ കടാപുരത്ത് പാടി പാടി മരിക്കും. അങ്ങനെയാണെങ്കിൽ ജോബി ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. പാടി പാടി മരിക്കുകയാണെങ്കിൽ എന്നോട് ഇതാക്കുമ്പോ പാട്ട് പാടിയാൽ മതി. ജോബി ചേട്ടൻ പാടുന്ന കേൾക്കാൻ എന്ത് രസമാണ്. ശീലേ, എന്റെ നെഞ്ചിൽ ആഴ്ചകളായി എരിച്ചിലാണ്. അങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ ബൽഗുൽ ചാതി ഒരു സ്പൂൺ തേനിൽ കൂട്ടി രസോദ രസത്തിനൊപ്പം 3 നേരം ഭക്ഷണത്തിന് ശേഷം കഴിച്ചാൽ മതി. കിളി പോയി. പെങ്ങളൊന്നും ഇങ്ങോട്ട് വന്നേ. എനിക്കൊരു കസിനുണ്ട്, പേര് ബാബു. സൂട്ടും കോട്ടും ഒരു കൂളിംഗ് ഗ്ലാസും ഇടിച്ചാൽ അത്യാവശ്യം അമിതാഭ് ബച്ചന് പകരം നിർത്താം. ആലോചിക്കട്ടെ. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്കൊരു 3-ആക്കാരനെ വിട്ട് ഈ കല്യാണം നടത്താം. ഇത് വേറെ ആരും അറിയണ്ട. അന്ന് അങ്ങനെ മൂടി വെച്ചിരുന്ന ഒരു കഥയാണ് ഇത്ര കൊല്ലങ്ങൾക്ക് ശേഷം ഞങ്ങളിവിടെ വെളിപ്പെടുത്തത്. പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാം പൂക്കളും പുഴകളും സുന്ദരം. ഫ്ലാഷ് ബാക്കിൽ മുങ്ങിപ്പോയോ? തിരിച്ചു വരണ്ടേ? നമ്മുടെ കഥാനായകൻ വളരെ ചെറുപ്പത്തിലെ തന്നെ എല്ലാത്തിനും റെസ്പോൺസിബിൾ ആയിരുന്നു. ജോർജ്, ഈ പാലിനെന്താണ് ഒരു ചൊക? വല്യമ്മ, അവൻ പിന്നെ എന്റെ മുടി പിടിച്ച് വലിച്ചു. ആ ചെറുക്കന് ആ ബൾബ് പിന്നെയും പൊട്ടിച്ചോ? എവിടെയാണ് അവൻ? ഇതാണ് നിന്റെ പ്രോഗ്രസ് കാർഡ്. നിന്റെ പ്രോഗ്രസ് മുകളിലോട്ടല്ല, താഴോട്ടാണല്ലോ. ഡേ ജോർജ്, ജോലിയൊക്കെ ആയില്ലേ? ഒരു കുടുംബങ്ങളൊക്കെ വേണ്ടേ? എന്തിനൊക്കെയാണ് നിന്റെ ഭാര്യയെ കുറിച്ചുള്ള തോന്നലുകൾ? നമ്മുടെ സംസ്കാരമുള്ള കുട്ടിയായിരിക്കണം. അല്ല, എന്റെ സംസ്കാരമുള്ള കുട്ടിയായിരിക്കണം. നല്ല ചന്തമൊക്കെ വേണം, നല്ല മുടിന്നൊക്കെ പറഞ്ഞ ഒരു അര വര, അല്ല മുട്ട് വര വേണം. ഓ, എന്നാ പിന്നെ ഉപ്പൂറ്റി വരെ ആക്കിയാലോ? വീടും മുറ്റമൊക്കെ അടിക്കാൻ തോന്നെ എളുപ്പങ്ങളായിരിക്കും കേട്ടോ. പിന്നെ നല്ല കുട്ടനാടൻ താറാവേറിയും കരിമീൻ പൊള്ളിച്ചതും ബാർബക്യൂ ചിക്കനും ഒക്കെ മേശ നിർത്തി ഞങ്ങൾ രണ്ടുപേരും കൂടി വയറ് നിറച്ച് കഴിക്കണം. നിനക്ക് യോഗ ഉണ്ടെങ്കിൽ കേട്ടാ, അവള് നല്ല സൂപ്പർ വെജിറ്റേറിയൻ ആയിരിക്കും കേട്ടോ. മിസ്റ്റർ മാത്യു, പിന്നെ എനിക്ക് വേണ്ട, കല്യാണം കഴിഞ്ഞിട്ട് പറയാം. എന്നെ ചേട്ടാന്ന് വിളിക്കണം. ചേട്ടനാ? തിരുവനന്തപുരക്കാരല്ലോ ആണെങ്കിൽ എന്തിനപ്പിന്ന് വല്ലതായിരിക്കും വിളിക്കുക. അയ്യോ, 7 മണിയായല്ലേ. ഒരു സഹായം ചെയ്യാവോ? ഇവിടെ ഗ്രൗണ്ടിൽ ഗാനമേളൊക്കെ നടക്കുന്നുണ്ടേ. അവിടെ പാടാൻ എൻ്റെ കസിൻ PP ഷൈജു വരുന്നുണ്ട്. അവൻ്റെ അടുത്ത് നിന്ന് ഒരു പാർസൽ കളക്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നീ എനിക്ക് പോയിരുന്നു പോവാ. അവിടെ നിനക്കെന്താണാ പോയെ?
അല്ല, ഒരു ഉന്മേഷക്കുറവില്ലാത്തതുകൊണ്ട് ഒരു വല്ലായ്മ കുറവ്. അങ്ങനെ പാർസൽ വാങ്ങാനായി ജോർജ് ബാക്ക് സ്റ്റേജ് എത്തി. ഈ സമയത്ത് ബാക്ക് സ്റ്റേജ് പ്രവർത്തനക്കാൾ വളരെയധികം ടെൻഷനിലാണ്. ഹിന്ദുസ്ഥാനി സിംഗർ പി ഷൈജു തൂറ്റിളക്കം പിടിച്ച് ബാത്റൂമിൽ സ്റ്റക്കായി. ആരോ അറിഞ്ഞില്ല. എല്ലാവരും അന്വേഷിക്കുകയാണ്. എവിടെ പോയി? അവനെ കാണാനില്ലല്ലോ. നീ അവിടെ നോക്കിയാ? അവിടെ കാണാനില്ല. അവനെ കണ്ടോ? എടാ, ഞാൻ അവിടെ നോക്കി. ഓഡിയൻസ് മൊത്തം ബഹളം വയ്ക്കാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യ്, നീ ഒരു പാട്ട് പാട്. ഞാനാ? ഐഡിയ. ദേ വയറായി കിടപ്പുണ്ടോ, ചവിട്ടരുതേ. അശി എവിടെ? വയറ് ഷോക്ക് അടിക്കും. മേനിയും പിടുത്തതെണ്ടും കൈയും മെയ്യും എന്നേക്കും വാഴവേ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ പട്ടുടൻ പാണിപ്പുടവ പവിഴമുത്തുമാരെ തിരയലങ്കരിച്ച പന്തലിടം ഉദകവേണം കാത്തുവൻ തിരയലങ്കരിച്ച പന്തലിടം വിടുന്തരുള്ള മാത്തുവൻ തിരയലങ്കരിച്ച പന്തലിടം നാടുകാരെ താകുതീർത്തേ. Oppan Gangnam Style. Gangnam Style. Oppan Gangnam Style. Gangnam Style. Oppan Gangnam Style. Gangnam Style. Oppan Gangnam Style. Sexy lady. Oppan Gangnam Style. Sexy lady. Oppan Gangnam Style. Sexy lady. Oppan Gangnam Style. അല്ല, പി നീയാണോ ഷൈജു? സ്റ്റേജിലേക്ക് കയറ്. ജോർജ് സ്റ്റേജിൽ അമ്പരന്ന് കയറി. ജോർജ് കയറി ചവിട്ടിയതോ ആ വയറും. മോനെ, കൊല്ലങ്ങളുടെ തപസ്സിൽ നിന്ന് പോലും കിട്ടില്ല ഈ സിദ്ധി. ഇത് ഈശ്വരന്റെ ദാനമാണ് മോനെ.
ആ ശരിയാണല്ലോ. ഏതാ ദീന? ഈ കുട്ടിയുടെ കല്യാണാലോചന നിനക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ ആലോചിക്കട്ടേടാ. ഏതോ ഒരു ജന്മത്തിൽ കണ്ടുമറന്ന മുഖം പോലെ. അന്ന് ജോർജ് അവന്റെ 3 കൊല്ലം പഠിച്ച ബ്രേക്ക് ഡാൻസ് ശരിക്കും ഉപയോഗിച്ചു. Boys, I am singing song. Shoot song. Flop song. Why they call a very deep? Why they call a very deep? Rhythm correct? Why they call a very deep? Maintain this. Why they call a very deep? Distance la moon color white background night color black. Why they call a very deep? Why they call a very deep? മോളെ, നിനക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ചെറുക്കൻ്റെ പേര് ജോർജ്. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ജോലി. എല്ലാം കൊണ്ട് നല്ലൊരു ആലോചനയാണ്. ഞങ്ങൾ ഉറപ്പിക്കുകയാണ് കേട്ടോ. പക്ഷേ എന്റെ മനസ്സിൽ ഒരാളേ ഉള്ളൂ, സംഗീതത്തിന്റെ ഹാർട്ട്രോബായ പി എന്റെ രാജകുമാരൻ. ഹലോ, ജോർജ് അല്ലേ? ഞാൻ അദീന. ജോർജിന് കല്യാണത്തിന് വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ മുമ്പേ സ്ഥാനം വേറൊരാൾ പിടിച്ചടക്കി. എന്നോട് ക്ഷമിക്കണം, എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല. ഐ എം സോ സോറി. അത് കഴിഞ്ഞ ട്രിവാൻഡ്രം ഷോ ഞാൻ കണ്ടിരുന്നു. നല്ല പൊളപ്പതായിരുന്നു. സൂപ്പർ ഷോ. അല്ല അങ്ങനെയല്ല, അല്ല ഞാൻ അന്ന് തന്നെ പറയാതിരിക്കായിരുന്നു. ബട്ട് ഫാൻസിന്റെ തിരക്കാരനെ എനിക്ക് അങ്ങോട്ട് അടുക്കാനേ കഴിഞ്ഞില്ല. എനിക്കാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരു സെൽഫി എടുക്കണമെന്നുണ്ടായിരുന്നു. അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. പിന്നെ ആ പ്രോഗ്രാമിന്റെ വീഡിയോ ഒന്നും കൂടെ കണ്ടപ്പോ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. മനസ്സിൽ അന്ന് രാത്രി ഞാനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ ഇരു കണ്ണുകൾ എന്നെ ആകർഷിച്ചു. ആ മുഖം എന്റെ മനസ്സിൽ മായാതെ കിടന്നു. ജോസിന്റെ വാക്കുകൾ കേട്ടതോടെ ഒട്ടും സമയം പാഴാക്കാതെ വീട്ടുകാരോട് തുറന്നു പറയാൻ അതിനെ തീരുമാനിച്ചു. അവസാനം വീട്ടുകാരുടെ സമ്മതം നേടി. ലീഡ് ഹിന്ദുസ്ഥാനി സിംഗറായ പി ഷൈജുവുമായുള്ള ആലോചന മുന്നോട്ട് പോയി. ഷൈജുവിന്റെ വീട്ടുകാർ ഒരു ഞെട്ടലോടെയാണ് അത് സ്വീകരിച്ചത്. ഇത്ര തല്ലിപ്പൊളിയും ധിക്കാരിയുമായിരുന്നിട്ടും ഇവരെങ്ങനെ ഇത്ര നല്ല ആലോചന വന്നു? ഉറപ്പിക്കലൊന്നും വേണ്ട, നേരെ മനസ്സമ്മതത്തിലേക്ക് നീങ്ങാം എന്ന് അവർ തീരുമാനിച്ചു. ഈ തൂട്ടടക്കം പിടിച്ച് ബാത്റൂമിൽ സ്റ്റക്കായ ആളെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ?
എന്റെ കസിന്റെ കല്യാണം, നീ ധൈര്യമായിട്ട് പോര്. ഞാനില്ലടേ. അയ്യോ, അത് അതീനല്ലേ? നിന്നെ കാണാൻ അവൾ ഇവിടെ എത്തിയ മറാഠിയുടെ സ്ഥാനത്ത് അവൾ അച്ഛന്റെ കൂടെ നിൽക്കുന്ന. സന്തോഷവും നാണം കൊണ്ട് ജോർജിന്റെ മുഖത്തേക്ക് നോക്കടെ. നമ്മുടെ ശിരസ്കയായി നാണം കൊണ്ട് നഖം കഴിച്ച് കാൽവിരൽ കൊണ്ട് കളം വരച്ച് അധീന നിൽക്കുന്നു. അധീന, ഈ നിൽക്കുന്ന ജോർജിനെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതമാണ്. നിർഭാഗ്യവശാൽ PP ഷൈജുവിന്റെ പള്ളി പേര് ജോർജ് എന്നായിരുന്നു. ജോർജ്, ഈ നിൽക്കുന്ന അധീനയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതമാണോ? അല്ല. അല്ലേ? അല്ല, അതല്ല. സമ്മതമാണോ? അല്ലേ? സമ്മതമാണ്, സമ്മതമാണ്. നശിപ്പിച്ചു. നീ എന്തിനാ സമ്മതമാണെന്ന് പറയാൻ പോയേ? കുഴപ്പമായ നീ എന്താണോ പറഞ്ഞേ? കറക്റ്റ് ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെറുതെ പ്രശ്നം ഉണ്ടാക്കി. സമ്മതമല്ല, സമ്മതമല്ല. എന്താ, ആർക്കെങ്കിലും ഈ വിവാഹത്തിന് എതിർപ്പുണ്ടോ? അല്ല, ഈ വിവാഹത്തിൽ എനിക്ക് സമ്മതമല്ല, പക്ഷെ യവന് സമ്മതമാണ്. എടോ, എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കേ. അതിനെ വിട്ടോട്. പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറി വഴിയുള്ള കൂട്. ആ പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറി വഴിയുള്ള കൂട്. കണ്ണാടൻ കെട്ടുന്നുണ്ടല്ലോ, അത് നിന്നെ കിട്ടാനാണല്ലോ. തുടക്കം മാംഗല്യം തന്തുനാടേനാ, പിന്നെ